ശബരിമല ആചാര സംരക്ഷണ വിഷയത്തിൽ NSSന് സർക്കാർ നൽകിയ ഉറപ്പ് മതിയാകില്ലെന്ന നിലപാടിൽ സംഘപരിവാർ. യുവതീ പ്രവേശനത്തെ എതിർക്കുന്ന ആചാര സംരക്ഷണ നിലപാട് രേഖാമൂലം സുപ്രീം കോടതിയെ അറിയിക്കാൻ സർക്കാരും ദേവസ്വം ബോർഡും തയ്യാറാണോ എന്ന് കുമ്മനം രാജശേഖരൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. യുവതീ പ്രവേശന വിധിയെ സർക്കാരും ദേവസ്വം ബോർഡും സ്വീകരിച്ചതിനാൽ ആചാരം സംരക്ഷിക്കുന്ന സത്യവാങ്മൂലമാണ് സുപ്രീം കോടതിയിലുള്ളതെന്ന വാദം നിലനിൽക്കില്ലെന്ന് കുമ്മനം കൂട്ടിച്ചേർത്തു. ആഗോള അയ്യപ്പ സംഗമം സെപ്റ്റംബർ മാസം 20-ന് പമ്പയിൽ നടക്കാൻ പോവുകയാണ്. ഇതിനോടകം തന്നെ അയ്യപ്പ സംഗമത്തിൽ രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടെന്ന വലിയ ചർച്ച തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കുമ്മനം രാജശേഖരൻ നമ്മോടൊപ്പം ചേരുകയാണ്. ഇത് സർക്കാരിൻ്റെ ഒരു പരിപാടിയല്ല എന്താണ് സർക്കാർ പറയുന്നത്? എന്താ മനസ്സിലാക്കുക? സർക്കാരിന് ഒരു പങ്കുമില്ല എന്ന് പറയുന്നു. ആളുകളെ ഇൻവൈറ്റ് ചെയ്യുന്നത് ആരാണ്? ലോക കേരള സഭയാണ്. ആ ലോക കേരള സഭയുടെ ഇൻവിറ്റേഷൻ കാർഡിൽ അടിച്ചിരിക്കുന്ന എംബ്ലം ആരുടേതാണ്? സർക്കാരിൻ്റെതാണ്. അപ്പോൾ വലിയ വലിയ വൻ പണക്കാരെ ക്ഷണിക്കുകയാണ് ഇങ്ങോട്ടേക്ക്. 20 ലക്ഷം രൂപ തരുന്നവർക്ക് ബ്രോൺസ് കാർഡ്, 30 ലക്ഷത്തിൽ കൂടുതൽ തരുന്നവർക്ക് 40 ലക്ഷത്തിനിടയിലാണെങ്കിൽ അവർക്ക് സിൽവർ കാർഡ്, 50 ലക്ഷത്തിൽ കൂടുതലുള്ളവർക്ക് ഗോൾഡൻ കാർഡ്. ഇങ്ങനെ എന്തിനാണ് ഇങ്ങനെ അയ്യപ്പന്മാരെ തരംതിരിക്കുന്നത്? ശബരിമലയിൽ ഒരു അഫിഡവിറ്റ് ദേവസ്വം ബോർഡിൻ്റെതുണ്ട്. അത് പ്രയാറിൻ്റെ കാലത്ത് കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് ആചാരം സംരക്ഷിക്കണമെന്നാണ്. അത് മുഖവിലേക്ക് എടുക്കാൻ കഴിയുമോ? ഇല്ല, അത് മുഖവിലേക്ക് എടുക്കാൻ പറ്റില്ല. കാരണം ആ അഫിഡവിറ്റിനെതിരാണെന്ന് പിന്നീട് വന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ ദേവസ്വം ബോർഡിൻ്റെ അഭിഭാഷകർ ഹാജരായി പല വാദമുഖങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്. അതൊക്കെ പിൻവലിക്കണ്ടേ? ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് പറയുന്നു, നിങ്ങൾ സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും തിരുത്തിക്കൊണ്ട് മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ തയ്യാറുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ അത് പറ. ഞങ്ങൾ ഭക്തരോടൊപ്പമാണ്, ആചാരത്തോടൊപ്പമാണ് എന്ന് രേഖാമൂലം അറിയിക്കണം. ഇത്രേ പറയുന്നുള്ളൂ. ഇതിന് ന്യായമായ ഒരു ആവശ്യമല്ലേ? CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ശബരിമല യുവതീ പ്രവേശനം എന്നുള്ളത് കഴിഞ്ഞ അധ്യായമാണ്, പക്ഷേ അതൊരു അടഞ്ഞ അധ്യായമല്ല എന്ന് രണ്ടും രണ്ടാണെന്നും അദ്ദേഹം പറയുന്നു. എന്താണ് മനസ്സിലാക്കുക? കഴിഞ്ഞ കാലം അത്രയും എടുത്ത നിലപാടിൽ നിന്ന് ഞങ്ങൾ ഇപ്പോൾ മാറിയിരിക്കുന്നു, ഞങ്ങൾ സത്യവാങ്മൂലം തിരുത്തും എന്ന് പറയാനുള്ള ആർജവം MV ഗോവിന്ദനുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അല്ലാതെ കഴിഞ്ഞ അധ്യായമാണ്, അടഞ്ഞ അധ്യായമാണോ, ഇതൊന്നും അല്ല ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയേണ്ടത്. BJP 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അതിനുശേഷം 24 തെരഞ്ഞെടുപ്പിലും എല്ലാം ഒരു നിയമനിർമ്മാണത്തിലൂടെ ശബരിമലയിലെ പ്രശ്നം പരിഹരിക്കുമെന്ന് BJP തെരഞ്ഞെടുപ്പിലെല്ലാം വാഗ്ദാനം ചെയ്തതാണ്. ആ ഒരു നടപടിയിലേക്ക് പോകാതിരിക്കുമ്പോൾ വിശ്വാസികൾക്ക് BJPയിലും ഒരു അവിശ്വാസം ഉണ്ടാകില്ലേ? അതിനുള്ള സാധ്യത എന്തുകൊണ്ട് ആരായുന്നില്ല? അല്ല, ആരായുന്നതിന് യാതൊരു മടിയുമില്ല. അത് ആരായുക തന്നെ ചെയ്യും. ഭക്തജനങ്ങളുടെ സംഘടനകളുടെയും അതുപോലെ തന്നെ പ്രസ്ഥാനങ്ങളുടെയും ഒക്കെ ഒരു സമവായം ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അവരുമായിട്ടുള്ള ചർച്ച ചെയ്ത് അതിനുള്ള ഭാവി നടപടികൾ സ്വീകരിക്കും. സർക്കാർ വിശ്വാസമാണ് ആചാരം സംരക്ഷിക്കുമെന്നാണ് NSSന്റെ വൈസ് പ്രസിഡന്റും SNDP എല്ലാം പറയുന്നത്. ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണം, അതിനുള്ള ഉറപ്പ് കിട്ടണം. സംരക്ഷിക്കും എന്ന് പറഞ്ഞാൽ മതിയോ? പോരാ, അത് വാക്കാലുള്ള ഉറപ്പാണ്. നമ്മൾ കുറച്ചുകൂടി കടത്തി പറയുന്നേ ഉള്ളൂ. ശബരിമലയിലെ ആചാരങ്ങൾ ഇനി ലംഘിക്കപ്പെടില്ല എന്ന കൃത്യമായ ഉറപ്പ് കിട്ടുന്നതിനൊപ്പം തന്നെ അത് തുറന്നു പറയാനും കോടതിയിൽ അത് സംബന്ധിച്ച നടപടി സ്വീകരിക്കാനും CPM സർക്കാരും തയ്യാറാകണം എന്നതാണ് കുമ്മനം രാജശേഖരൻ ആവശ്യപ്പെടുന്നത്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.